ഇതുപോലെ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ ബാക്കിലുള്ള പ്രൊജക്ട്സ്, അതിൻ്റെ സപ്ലൈ സിസ്റ്റം, അതായത് എങ്ങനെയാണ് അതിൻ്റെ ഇപ്പം എത്ര കുഴിച്ചാലും നമുക്ക് പിന്നെയും എടുക്കാൻ പറ്റുന്ന അൺലിമിറ്റഡ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കണം. അപ്പം നമ്മളെപ്പോഴും അതിൻ്റെ സപ്ലൈ സിസ്റ്റം നോക്കണം, അതിൻ്റെ ടെക്നിക്കൽസ് നോക്കണം, ഫണ്ടമെന്റൽസ് നോക്കണം, അതിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് നോക്കണം, അതിൻ്റെ ഡെവലപ്പിംഗ് സൈഡ് നോക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡു യുവർ ഓൺ റിസർച്ച് എന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് പിന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോഴാണ് ഒന്നും കൂടെ ഇത് കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. കാര്യം ഇൻവെസ്റ്റ്മെന്റ് പോലെയല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം പീരീഡിൽ നമ്മളൊരു 30x അല്ലെങ്കിൽ 50x നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇത് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻട്രാഡേയോ അല്ലെങ്കിൽ ഒരാഴ്ച ഹോൾഡ് ചെയ്ത് നമ്മൾ സെല് ചെയ്യുന്നു. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ ഒന്നും വേണ്ട, ഡോജ് കോയിൻ. നമുക്കറിയാം ഡോജ് കോയിൻ ഇപ്പോൾ റീസെൻ്റ്ലി ഡോജ് കോയിൻ നല്ലൊരു ഹൈപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? എലൺ മസ്ക് ജസ്റ്റ് വെറുതെ ഒരു ട്വീറ്റ് വന്നു, ഡോജ് കോയിൻ അങ്ങ് കയറിപ്പോയി അല്ലേ. ഷിബായിന് നമ്മൾ കേൾക്കുന്ന ഒരുപാട് കോയിൻസ് ഉണ്ട്. സോ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഇതിനെ മെയിനായിട്ട് അല്ലെങ്കിൽ അവർ വളരെ ഈസി ആയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാതെക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ആരാണോ ഇതിന്റെ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യാം. സോ ഒരിക്കലും ഇപ്പോൾ നമ്മൾ INR അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറൻസി നമ്മൾ എടുക്കുവാണെങ്കിൽ ആ കറൻസിയുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും? ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിലായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി, ഇപ്പോൾ BTC തന്നെ ആയിക്കോട്ടെ, ആകെ 100 BTC ആണ് മാർക്കറ്റിലുള്ളത്. അതിൽ ഏകദേശം ഒരു 80 BTC ഹോൾഡ് ചെയ്യുന്നപ്പോൾ ഷഹലാന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഫണ്ടമെന്റൽസ്, ബാക്കിയുള്ള ടെക്നിക്കൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കും. പക്ഷേ ഷഹലെങ്ങാനും ഒരു 30 BTC മാർക്കറ്റിലോട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ സെല് ചെയ്താൽ ബാധിക്കും. സോ മാനിപ്പുലേഷൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ മാർക്കറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ആരാണോ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവരായിരിക്കും ഈ പറയുന്ന മാർക്കറ്റിന്റെ മാർക്കറ്റ് ബിഗ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വശത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? മീൻസ് നമുക്കിത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഡാറ്റാസ്, വിച്ച് മീൻസ് മാർക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇതിന്റെ പ്രോജക്ട്സ് നമുക്ക് അറിയാൻ പറ്റും. ദെൻ സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഈസിയാണ് ഒന്നും കൂടെ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മളപ്പോൾ എന്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്? നമ്മുടെ അനാലിസിസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കാര്യം നമ്മളിപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന പോലെയോ അല്ല, ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട ഒരു മാർക്കറ്റാണ് ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്നുള്ളത്. മീൻസ് എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യമാണ്.